ആർക്കും തൊടാൻ കഴിയാത്ത ഗാറയുടെ ഡിഫൻസിനെ റോക്ക് ലീ ബ്രേക്ക് ചെയ്തത് കണ്ട ഗാറ അവന്റെ സൈക്കോ സൈഡ് അൺലോക്ക് ചെയ്ത് ഇതൊരു എക്സാം ആണെന്ന് കൂടി മറന്ന് റോക്ക് ലീയെ കൊന്നിട്ടാണെങ്കിലും ജയിക്കണം എന്ന മൈൻഡ് സെറ്റിൽ ലീയെ അടിക്കാൻ വേണ്ടി തുടങ്ങും. അവിടെ ഞാനായിരുന്നെങ്കിൽ ഫൈറ്റിന് മുൻപ് തന്നെ ഗിവ് അപ്പ് ചെയ്ത് ജീവൻ രക്ഷപ്പെടുത്തുമെന്ന രീതിയിൽ എല്ലാവരും നോക്കി നിൽക്കും. എന്നാൽ ലീ ആണെങ്കിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ടും എഴുന്നേറ്റ് നിന്ന് ഗാറയുടെ ഓവർ സ്പീഡ് അറ്റാക്കിൽ നിന്നും ലൈറ്റ് സ്പീഡിൽ ഡോഡ്ജ് ചെയ്യും. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഇതൊരിക്കലും നടക്കില്ല, ഇത്രയും പരിക്കുണ്ടായിട്ടും അവൻ എങ്ങനെ ഇത്ര സ്പീഡിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് എല്ലാവരും നോക്കി നിൽക്കും. എന്നാൽ ലീക്ക് ഗാറയുടെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാം, എന്നാൽ ഗാറയെ ഒന്ന് തൊടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ലീ തന്റെ അവസാനത്തെ വെപ്പണായിട്ടുള്ള 5th ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഗാറയെ അടിച്ച് ശ്വാസം വലിക്കാൻ കഷ്ടപ്പെടുന്ന ഗാറയാണ് പിന്നെ ഇവിടെ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഗാറ ഡിഫീറ്റായ അവസ്ഥയിലെത്തി. എന്നാൽ ഗാറയാണെങ്കിൽ ഞാൻ ഇനിയും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് ലീയുടെ ഒരു കാലും ഒരു കൈയും സാൻഡ് ലോക്ക് ചെയ്ത് സാൻഡ് ടെക്നിക്ക് വെച്ച് എല്ലുകളൊക്കെ പൊട്ടിച്ചു കളയും. അപ്പോൾ തന്നെ ലീ അൺകോൺഷ്യസ് ആയി താഴെ വീഴും. എന്നാൽ ഗാറയ്ക്ക് അത് മതിയാകില്ല. അവന് കൊന്നിട്ടേ സമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞ് ലീയെ മുഴുവനായും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മൈറ്റ് ഗൈ ഉള്ളിൽ വന്ന് ആ ഒരു ഫൈറ്റ് നിർത്തുന്നു. ലീ അൺകോൺഷ്യസ് ആയതുകൊണ്ട് ഗാറ ജയിച്ചെന്ന് അനൗൺസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എല്ലാവരും ഞെട്ടിക്കൊണ്ട് ഒരു കാഴ്ച കാണുന്നു. ഒരു കൈയും ഒരു കാലും നുറുങ്ങി പൊട്ടിയിട്ട് പാരലൈസ് ആയിട്ട് പോലും ലീ വാട എന്ന രീതിയിൽ ഒരു പോസ് കൊടുക്കും. മോനെ, നറൂട്ടോ ക്ലാസിക്കിലെ എല്ലാവരുടെയും ഫേവറേറ്റ് മൂമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ്.